അപ്പോൾ ഹലോ ഗായ്സ്, MCFFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വെച്ചാണ് ഉണ്ടാക്കിയത് സോംബി ഫാം ഉണ്ടാക്കുന്നത്. നമ്മൾ സോംബി ഫാം ഉണ്ടാക്കി നമ്മൾ ഫുള്ള് വർക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്താണെന്നറിയില്ല, ഈ സോംബി വരുന്നുണ്ടായിരുന്നില്ല, സോംബി സ്പോണാകുന്നുണ്ടായിരുന്നില്ല. അത് ഫിക്സ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിത് ഫുൾ പൊളിച്ച് ഉണ്ടാക്കും എന്നല്ല പറയാൻ വരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഫുൾ പൊളിച്ചുണ്ടാക്കാം. നമ്മളൊരു യൂട്യൂബിലൊരു ട്യൂട്ടോറിയൽ നോക്കിയപ്പോഴത്തേനും നമുക്ക് സിമ്പിളായിട്ടിത് മാറ്റി ബിൽഡ് ചെയ്യാൻ മനസ്സിലായി. പക്ഷേ മേളിലുള്ള ഈ പരന്ന സ്ഥലം മാത്രം മാറ്റി. ഇതിങ്ങനെ നിന്നോട്ടെ, സീനില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടെണ്ണം അങ്ങോട്ട്, അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്തായാലും എങ്ങനെയെങ്കിലും താഴെ ഒരു ലോഡ് അമ്മമാരുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പായി ഇത്ര സാധനമുണ്ട്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പായി നമുക്ക് വീട്ടിലേക്ക് എത്താം. ഇവിടെ നേരെ ചാടി വാട്ടർ ക്ലിച്ച് ചെയ്യാം. ഗൈസ്, വാട്ടർ വർക്കായിട്ടുണ്ട്. വാട്ടർ അപ്പം തന്നെ ഞാൻ വാരുകയും ചെയ്തിട്ടുണ്ട്. ഗൈസ് കിടു, ഞാൻ ഏതാ വാട്ടർ ക്ലിച്ചിൻ്റെ പ്രോ. പക്ഷേ ഇവിടുന്ന് ചാടിയപ്പോഴേ ഞെക്കിക്കൊണ്ടിരുന്നു. ഏതാലേ അതൊക്കെ അവിടെ ഒരു വെള്ളം വീണതെന്നു കൂടി മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മുടെ വാതിൽ സെറ്റായിട്ട് നല്ല രസമുണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ പകുതി വരും വീഡിയോ കാണുന്നു മാത്രമേ ഉള്ളൂ. അതിലും സബും ചെയ്യുന്നില്ല, കമൻറ്റ് ഇടുന്നില്ല. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക ഗൈസ്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും മാറ്റാനോ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കണ്ടൻറ്റോ എന്തെങ്കിലും കമൻറ്റ് ഇടും. ഞാൻ അതേപോലെ നിങ്ങൾക്ക് ആ കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. നല്ല നല്ല കമൻറ്റ് കാണിക്കുക. അപ്പോൾ നമ്മളെന്തായാലും അങ്ങ് പൊളിക്കാൻ പോവാണ്. അയൺ ഫാം അയൺ ഫാമല്ല, നമ്മുടെ സോംബി ഫാം XP ഫാം അങ്ങ് പൊളിക്കാൻ പോവാണ്. പക്ഷേ അതിൻ്റെ ചെറിയൊരു വേറെ പ്രശ്നമുണ്ട്. സ്കെൽട്ടൻ്റെ ഇല്ലേ, അത് ഞാൻ ഇന്ന് വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ മേളിൽ നിട്ടേ റെക്കോർഡിന് മുമ്പ്. അത് ഫേക്കാണ് സ്കെൽട്ടൻ്റെ അല്ലേ. നമ്മൾക്ക് ഇത് പൊളിക്കണം ഫുൾ. ആദ്യം ആ വെള്ളമൊക്കെ എടുക്കണം. വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് സെറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും ഇത് ഫുൾ പൊളിച്ചിട്ട് കാണിച്ചിട്ടില്ലേ, ലോങ് വീഡിയോ ആയിപ്പം. ഞാൻ എന്തായാലും എനിക്ക് വെള്ളം എടുക്കട്ടെ, എന്നിട്ട് ഞാൻ സ്റ്റോപ്പാക്കാൻ വീഡിയോ. അയ്യോ, നമ്മളിത് പുറത്തേക്ക് നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ നൈസായി കയറി ഈ വെള്ളം എടുക്കുന്നുണ്ട്. നമ്മൾ നൈസായി എടുത്തിട്ടുണ്ട്. 2 ബക്കറ്റ് നമ്മുടെ അടുത്ത് ഉള്ളൂ. നമ്മൾ നൈസായിട്ട് വെള്ളം അവിടെ വയ്ക്കുന്നുണ്ട്, മറ്റേ വെള്ളം അവിടെ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം നൈസായി എടുക്കുന്നുണ്ട്. ഗൈസ്, അതെടുത്ത് വെച്ചിട്ട് കഴിക്കുക. നമുക്കിതെവിടെയും കൊണ്ടിടണം. തള്ളി മനുഷ്യനെ പുറത്തുള്ളല്ലോ. ഓക്കെ, നമുക്കിവിടെ തന്നെ സെറ്റ് ചെയ്യാം. അല്ല വേണ്ട, താഴെ കൊണ്ട് ഒഴിച്ചിട്ട് വരാം. എന്തായാലും ഞാനിതിവിടെ ഫുൾ പ്ലെയിൻ ആക്കിയിട്ട് കാണിച്ചു. ഏകദേശം പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്തെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചില്ല ഫുള്ളായിട്ട്. പിന്നെ ശനിയാഴ്ച അയൺ ഫാം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. ചെറുപ്പഴുണ്ടാക്കാൻ ചാൻസുള്ളൂ. എൻ്റെ 1.21 മൈൻക്രാഫ്റ്റിൽ അയൺ ഫാം ഞാൻ 2-3 വട്ടം ഉണ്ടാക്കി നോക്കി, വേറെ വേൾഡ് ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഇതൊന്നും കിട്ടുന്നില്ല എനിക്ക്. അതുകൊണ്ട് എല്ലാം റെഡി ആവുന്നുണ്ട്, പക്ഷേ അയൺകോളം മാത്രം സ്പോൺ ആവുന്നില്ല. 5-6 ഉണ്ടാക്കി നോക്കി അയൺ ഫാം. അത് ചിലപ്പോഴുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വേറെ വല്ല ഫാം എന്തെങ്കിലും ഉണ്ടാകും. ഇവിടെ നമുക്ക് 7 ബ്ലോക്ക് അങ്ങോട്ട് പോകണം. 1 2 3 അല്ല, ഇപ്പം 2 1 2 3 4 ഇങ്ങനെ എന്തിനാണ് ഇപ്പം എത്രണ്ണായി? 1 2 3 4 ഓക്കെ 5 ആദ്യമൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുന്നല്ലോ. 6 7 എന്താണല്ലോ, ചില സമയത്ത് അങ്ങ് പോകും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട്. അതാണ് ചുറ്റിനും ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ കയറുമ്പോൾ ഒരു സേഫായി കയറണം. 7 തോന്നുന്നു. നോക്കട്ടെ. 1 2 3 4
5 ശരിയല്ല 1 2 3 4 5 6 ആറായിട്ടുള്ളൂ. 7 ഓക്കെ, ഇത്ര മതി. എല്ലാ ചുറ്റിനും ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ കാണിച്ചാ. അതുകൊണ്ടോ ഇങ്ങനെ കുരിശോലാക്കിയിട്ട് മറ്റേത് പൊളിച്ചിട്ട് കുരിശല്ല ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചുതരാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ചുറ്റിന് മേലോട്ട് ബിൽഡ് ചെയ്യണം. ഇങ്ങനെ നമ്മളെന്തായാലും തീർത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഒരു ഓട്ടോ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലാഡർ അവിടെയുള്ള നമുക്ക് വീട്ടിൽ പോകണമെങ്കിൽ ഇതാണ് ആവശ്യമുള്ളത്. ഇതിലാണ് ഇറങ്ങുന്നത്. നമ്മുടെ വെള്ളത്തിൽ പോയിട്ട് ക്രീപ്പർ ഇടുന്നത്. പിന്നെ ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൊട്ടിത്തെറിച്ചില്ലാന്ന് തോന്നുന്നു. പൊട്ടിത്തെറിച്ച് ആകെ ചെയ്യാൻ ഈ ക്രീപ്പർ മഹാന്മാരെയും കൊണ്ട് തോറ്റ് പൊട്ടിത്തെറിച്ചാൽ നമ്മുടെ ഒരാർട്ടെങ്കിൽ പോകാനേ. പൊട്ടിത്തെറിച്ചില്ല അവൻ. അവിടെ തന്നെ ഉണ്ട് തോന്നുന്നു. വെള്ളത്തിൽ നോമ്പിനെയുണ്ട് പുറത്തേക്ക് കയറി എന്തിനാ പണിയാക്കുന്നത്. അത് രാവിലെ ആക്കി അതും കൂടി ഞാൻ മേലോട്ട് സെറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം. ഗൈസ് നോക്കൂ ഗൈസ്, ഇതിങ്ങനെ അടിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, മേളിൽ നോക്കുമ്പോൾ സീനായിരിക്കും. ഇനി മേളിൽ അതും കൂടി ബിൽഡ് ചെയ്തിട്ട് കാണിച്ചുതരാം. ഗൈസ് നമ്മളെന്തായാലും ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നിന്നാണ് ഇങ്ങോട്ട് ബിൽഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ച് വേണം. ഇങ്ങനെ കൂടി മേളിൽ റൂഫ് ഫുള്ള് കവർ ചെയ്യണം. റൂഫ് ഫുള്ള് ഇങ്ങനെ കവറ്. അങ്ങോട്ട് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. റൂഫ് ഇങ്ങനെ ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ട് കാണിച്ചുതരാം. താഴോട്ടാണ് ഇനി താഴത്തെ പണിയാണ്. ഓക്കെ സെറ്റ്. ഇനി എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന് ടോർച്ചപ്പ് ചെയ്തിട്ട് ഇപ്പോഴേ സോംബി സ്പോണാണ് നമുക്ക് പണി കിട്ടും. ചിലപ്പോഴേ വർക്കാവുള്ളൂ. എൻ്റെ ഇതിനകത്ത് അയൺ ഫാം വർക്കാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. ആയിടൊന്നും കറക്റ്റ് എനിക്കറിയില്ല. നമുക്ക് ആകെ 57 കല്ലേ ബാക്കിയുള്ളൂ. പിന്നെ ഇവിടെ ഇൻസ്പിരിറ്റി വാട്ടറാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെറ്റ് ചെയ്യണമെങ്കിൽ അതിങ്ങനെ വന്നോളും. ഇവിടെ സോംബി മോൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. നോക്കട്ടെ. ഇവിടെ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട് സോംബി. ഒരു സ്ഥലത്ത് 2 സ്ഥലത്ത് വയ്ക്കണം. ഇവിടെ സോംബീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിട്ടോളും. നമുക്ക് ഈ സ്ഥലത്തേക്കുള്ള വെള്ളം എടുത്തിട്ട് വരാം. ഇവിടെ ആകെ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചുള്ളൂ. 3 കട്ട തുറക്കുക, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം ഒഴിക്കുക. എന്നിട്ട് നടുക്ക് നമ്മൾ വെള്ളം എടുക്കുക. അപ്പോൾ വെള്ളം തീരില്ല. പുതിയ ഇങ്ങനെ നേരത്തെ വീണ പോലെ വീഴാൻ നല്ല രീതിയിൽ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അവിടെയും. പോലെ എന്താ ഭാഗ്യം, കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഇവിടെ അങ്ങ് മൂടുകയാണ്. ഓക്കെ, അടിയിൽ ഇങ്ങനെ നിന്ന സീനൊന്നുമില്ല. സോംബി സ്പോണാവുന്നില്ല. അല്ല, സോംബിക്ക് സ്പോണാനുള്ള ആവശ്യത്തിനുള്ള ഇരുട്ട് മേളിലുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് മൂടിയാൽ ആകെ സെറ്റാകും. ഇതും കൂടി മൂടണം. അപ്പോൾ ഇതിൽ മേളിലത്തെ പണിയുള്ളൂ. നമുക്ക് ഇതിങ്ങനെ മെല്ലെ അടിയിലേക്ക് പോയിട്ട് ഇനി അതങ്ങ് പൊട്ടിച്ചോളണം. എന്നിട്ട് അവിടെ ഒരു ഇതങ്ങ് വെക്കണം. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ സോംബി ഫാമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ സോംബി ഫാം. വർക്കാവുമായിരിക്കും ഇപ്രാവശ്യം നമ്മളിവിടെ AFK നിൽക്കേണ്ടി വരും. ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇത് പിന്നെ ഇൻഫിനിറ്റി വരുന്നുണ്ടാ അടുക്കുന്നുണ്ട്. എത്ര എടുത്താലും ചെയ്യില്ല, വെച്ചാൽ ഈ സൈഡിൽ നിന്നും എടുത്താൽ പിന്നെ നടുക്കുന്ന കൂടി എടുത്താൽ തീർന്നു. എന്തായാലും അത് അവിടെ തന്നെ വെച്ചാൽ എൻ്റെ കാശും വരും. ഫസ്റ്റ് നമ്മളിവിടെ പൂട്ടി വെക്കണം. അടിയിൽ പിന്നെ നമ്മൾ സ്ലാബ് വെക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അടിയിൽ സ്ലാബും കൂടി വെച്ചേക്കാം. കുറച്ചും കൂടി ഒന്ന് റീബിൽഡ് ചെയ്യണേ. കമൻറ്റ് അങ്ങനെയാണ് ഞാൻ റീബിൽഡ് ചെയ്യാം. മേലെന്തായാലും സോംബീസ് വന്നിട്ടുണ്ടോ നോക്കാമെന്ന് കയറിപ്പോയിട്ട്. അങ്ങനെ വല്ല പ്രശ്നമാണെങ്കിലോ എന്തായാലും കയറിപ്പോൾ നോക്കാം. ആക്സിഡൻ്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒരു സോംബി പോയിട്ടില്ല. സോംബി കുഞ്ഞ് കൂടി സ്പോണായിട്ടില്ല. വൈന് വെച്ച് എന്താണെന്ന് എനിക്കറിയില്ല. അടിയിൽ നിന്നുള്ള വെട്ടം കയറുന്നുണ്ടാന്ന് തോന്നുന്നു. എന്തായാലും ഇത് പൊളിച്ച് കളയുന്നില്ല. വന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ, ഈ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു സോംബി ഫാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്ര വലിയ സ്ഥലം ഞാൻ ഉണ്ടാക്കി വെച്ച്. നമ്മളിവിടെ നിന്ന് 3 ബ്ലോക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം, അവിടെ ഒരു ബക്കറ്റ് വെള്ളം, ഇൻഫിനിറ്റി വെള്ളം റെഡി. നടുക്കുന്ന ഇനി വെള്ളം കോരി കൊണ്ടുവച്ചാൽ മാത്രം മതി. എനിക്ക് തോന്നി വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്പോൺ ആകാത്തത്. നമ്മളെന്തായാലും ഇവിടെയും മൂടുന്നുണ്ട്. സ്പോൺ ആവുകയാണെങ്കിൽ അല്ല ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇൻഫിനിറ്റി വാട്ടർ സ്പോൺ ആവുകയാണെങ്കിൽ അമ്മമാരങ്ങ് സ്പോൺ ആവട്ടെ, സീനില്ല. ഇല്ലെങ്കിൽ നമുക്ക് മതി. സ്പോൺ ആയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഒരു 2 ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നല്ല 2 ഫാം. ഒന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധാ ഫാം, ഒന്ന് ഒറിജിനൽ ഫാം ഇസ് ദെയർ. കണ്ടോ നമ്മളെന്തായാലും പൊട്ടിച്ച് നോക്കാൻ. മീൻസ് അടിയിൽ വല്ല സോംബികളും വന്നിട്ടുണ്ടോ. അല്ല ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു സൗണ്ട് കേൾക്കണ്ടേ. നമ്മളിവിടെ അടിയിൽ അടച്ചു വെച്ചിട്ട് മേലോട്ട് ഇരുട്ടാണോ ഇരുട്ടാണോ എന്നല്ല ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇവിടെ പെർഫെക്റ്റ് ഇരുട്ടല്ലാണ്, അതുകൊണ്ടായിരിക്കാൻ സാധ്യത. മറ്റേ ബക്കറ്റ് ഇതെവിടെയാണ്? മറ്റേ ബക്കറ്റ് കേട്ടില്ല. ഇവിടെ നടക്കാൻ നോക്കാം. അയ്യോ വെള്ളത്തിൽ പോലെ. അവിടെ വെള്ളമില്ലല്ലേ. ഓക്കെ, ഇത്ര ഇരുട്ടുള്ളൂ. അതെന്താ ഇത്ര ഇരുട്ടിയേ? എവിടെയും പ്രത്യേകിച്ച് കളിച്ചൊന്നുമില്ല. എന്നിട്ടും ഒരു സോംബി കൂടി സ്പോണാവുന്നില്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വെള്ളമുള്ളതുകൊണ്ടായി സോംബി സ്പോണാവത്തെ. ഞാൻ ആദ്യം ഉണ്ടാക്കിയതിൽ വെള്ളം ഇല്ലാത്തപ്പോൾ എനിക്ക് നല്ല രീതിക്ക് സോംബി സ്പോണായിട്ടുണ്ടായിരുന്നു. അവിടെ അല്ലെങ്കിൽ ആ ടോർച്ച് പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് സോംബി സ്പോണായിരുന്നു. ഞാൻ എന്തായാലും അവിടുത്തെ വെള്ളമെല്ലാം കളഞ്ഞിട്ടൊന്ന് നോക്കി നോക്കാം അവിടെ സോംബി സ്പോണാകുന്നുണ്ടോ. നമ്മുടെ ചെസ്റ്റിൽ പോയിട്ടൊരു അറിയാണ്ട് നമ്മൾ നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം സ്പോണായിട്ടുണ്ടോ.
ഓ ഗൈസ്, സ്പോണായി ഗൈസ്, സ്പോണായി. ഉമ്മാർ അവിടെ സ്പോണായിട്ട്, പക്ഷെ നമ്മൾ വീട്ടിൽ പോകാനില്ല. ഉമ്മാർ സ്പോണായത് വെള്ളമില്ലാത്ത സ്ഥലത്താണ്. ഉമ്മാരെങ്ങനെയും കത്തിച്ച് തീർക്കണമല്ലോ. ഓക്കെ, എല്ലാം കത്തി തീരുന്നുണ്ട്. അപ്പം മേളത്തെ വെള്ളം ഫുൾ നമുക്ക് തിരിച്ചെടുക്കണം. എന്തായാലും നൈറ്റായിട്ടുണ്ട്. നമ്മളപ്പോൾ മേളത്തെ വെള്ളം എടുക്കണം. അതിന് വേണ്ടി നമ്മൾ എന്തായാലും വീട്ടിൽ പോയി കിടന്നിട്ട് വരാം. ഹാർട്ട് കുറച്ചുള്ളൂ. സോംബി അർച്ചനെത്തുന്ന ഫുഡ് ഇനി കുക്ക് ചെയ്യാൻ വയ്യ. നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ വെള്ളം ഫുള്ള് എടുത്തിട്ട് ഉണ്ടാക്കുവാണ്. അവന്മാരെന്തായാലും അതിൻ്റെ അടിയിലേക്ക് ചാടാണ്ടിരിക്കില്ല. അവിടെ വേറൊരു ഐഡിയ ചെയ്യാനുണ്ട് എനിക്ക്. അവിടെ ആ ഐഡിയയും കൂടി ചെയ്താൽ വെള്ളം ഇല്ലാണ്ട് തന്നെ അവന്മാർ അതിൻ്റെ അടിയിലേക്ക് എടുത്ത് ചാടും. നമ്മളെന്തായാലും ആക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് അത് സെറ്റാക്കിയിട്ട് കാണിച്ചു ഗൈസ്. നമ്മളെന്തായാലും ഇവിടുത്തെ വെള്ളം ഫുള്ള് മാറ്റിയിട്ടുണ്ട്. ഇനി സോംബി സ്പോൺ ആകുമോ നോക്കാം. അവിടെ ഇരുട്ടാണ്, അടിയിലും സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. നേരെ അടിയിലേക്ക് അങ്ങ് പോകണം. അടിയിലങ്ങ് തുറന്നിടാൻ തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അല്ലേ വേണ്ട, അടിയിലും തുറന്നിട്ടുണ്ട്. എവിടെയാ അടിയിലേക്ക് വീഴുന്നതാണോ? ഓക്കെ, ഇനി സ്പോൺ ആവുമോ നോക്കാമല്ലോ. ഈ ഇൻഫിനിറ്റി വാട്ടറിലേക്ക് എത്ര വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. സ്റ്റാക്ക് വെള്ളം ഒഴിച്ചാലും അത് അബ്സോർബ് ചെയ്തോളും. ഇവിടുത്തെ സോംബി കളക്ഷൻ എന്തായാലും നോക്കണം. ഇവിടെ അപ്പം സ്പോണാതല്ലാണ്ട് വേറെ ഒന്നും ഇതുവരെയായിട്ട് സ്പോണായിട്ടില്ല. ആ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് വെള്ളം തോന്നുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. അല്ലാണ്ട് എന്തിനാണ് കല്ല് വെച്ചങ്ങ് മൂടാം. നമ്മളെന്തായാലും ഇത് പൊളിച്ച് വീണ്ടും നമ്മുടെ മൈനിങ് ഏരിയ ആക്കുന്നതാണ്. ഇവിടെ ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഒന്നുകൂടി മേലോട്ട് കയറി നോക്കണം. ഇപ്പോൾ സ്പോൺ ആവേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. മിനിമം ഒന്നെങ്കിലും സ്പോൺ ആവണം ഈ സമയം കൊണ്ട്. എന്തായാലും മേലോട്ട് കയറി നോക്കണം. അത് കുറച്ചൊരു AFK നിൽക്കണം. ഞാനൊരു കുറച്ചൊരു AFK നിന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കിനെക്കാട്ട് കുറച്ച് ദൂരം പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സോംബി സ്പോണായോ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ കുറേ വീഡിയോസ് കാണുന്നുണ്ട്. സ്പോണറിൽ പോയിട്ട് കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ദൂരോട്ട് വരുമ്പോൾ അവിടെ സ്പോണാണ്. അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നാണ് അവിടെ പോയി ഒരു 10 സെക്കൻഡ് അതിനുള്ള ഹാർട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ആ ഗൈസ് കണ്ടായിരുന്നില്ലേ, ആ ഹാർട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ചാടിയപ്പോഴത്തേനും ചത്തുപോയി. എന്തായാലും ഹാർട്ട് ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഫുഡാണ്. ഒരു ഓട്ടോമാറ്റിക് ഫുഡ് ഫാം സെറ്റ് ചെയ്യണം. പക്ഷെ അതും ഓട്ടോമാറ്റിക്കലി വേഗമൊന്നും കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതിനാവാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ കുറച്ച് സമയം എടുക്കും. നമ്മൾ എന്തായാലും ആക്സും ഇതെടുത്തിട്ട് വീണ്ടും പോവാണ്. വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ. അതിലോട്ടൊന്നും തെറിച്ചു വിടില്ലല്ലോ ഐറ്റംസ്. ഓക്കെ, എന്തായാലും പോയി നോക്കാം. മേലോട്ട് കയറി നോക്കാം. സ്പോൺ ആവേണ്ട സമയമായി. എന്തായാലും നമുക്കിവിടെ ഒരു 5 മിനിറ്റ് AFK നിന്ന് നോക്കാം. അല്ലാതെ 10 സെക്കൻഡ് 1 2 3 4 5 8 10. ഓക്കെ, 10 മിനിറ്റ് നമ്മൾ AFK ഉണ്ട്. മിനിമം ഒരു സോംബി സ്പോൺ ആവാനുള്ള ഒരു സോംബി കൂടി സ്പോൺ ആവുന്നില്ല. ഈ സാധനം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇതിലിടെ ഉണ്ടെങ്കിൽ സ്പോൺ ആവില്ല എന്ന് അങ്ങനത്തെ ഒരു ഇതും ഇല്ലല്ലോ. സാധാരണ ഇതൊക്കെ സ്പോൺ ആവണ്ടപ്പോൾ അതുകൊണ്ടോ ഇവിടെ ഇപ്പം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴും ഫുൾ ഡാർക്ക് ആവുന്നുണ്ടോ? അവിടെ നോക്കുവേസ് ഫുൾ ഡാർക്ക് ആവുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്.
ഇപ്പം പുറത്ത് മഴയാന്ന് തോന്നുന്നു. മഴ പെയ്യുന്ന സൗണ്ട് കേൾക്കാം. പുറത്ത് മഴ തന്നെ. മഴത്തെ സോംബി സ്പോണാവുമായിരിക്കും. എല്ലാം അടച്ച് വെച്ചേക്കാം. അടി തുറന്ന് വെച്ചോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷെ ഇതെന്താ ഓക്കെ സെറ്റ് ചെയ്തിട്ട് ഇതും കുളിച്ചോളാം. ഓക്കെ അടിയൊന്ന് തുറക്കാൻ വന്നു. അടിയൊന്നും ചെയ്തില്ല, അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ താഴെയുള്ള തുറക്കണ്ടായിരുന്നു. ഓക്കെ അങ്ങ് തുറന്ന് വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം സോംബി സ്പോണാവുമെന്ന്. സ്പോണാവുമായിരിക്കും. ആവണ്ടയാണ്. നമ്മുടെ സോംബി ഫാം റീബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സെർവറിൽ ഒരു ബിൽഡും വർക്കാവില്ലാന്ന് തോന്നുന്നു. ഫാമൊന്നും ഉണ്ടായിരിക്കും വർക്കാവാത്തത്. അടിയത്തേൽ വർക്കാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്യുകയാണെങ്കിൽ ചാനൽ ഫാം ഉണ്ടാക്കുന്നവരാണ്. അതിന് സ്പോണാവുമെന്നറിയില്ല, എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.